നമസ്കാരം. ഒരു മുസ്ലിം യുവാവിന് 4 കെട്ടാം അല്ലേ? കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ ഇന്ത്യയുടെ നിയമം ശരിയാണ്. അത് ഇവിടെ ശരിയാത്ത നിയമപ്രകാരമാണ് നടക്കുന്നത്. ശരിയാത്ത നിയമത്തിൽ അങ്ങനെ 4 കല്യാണം വരെ കഴിക്കാം. എത്ര കല്യാണം കഴിച്ചു? ഞാൻ 2 കല്യാണം കഴിച്ചു. അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ശാരീരിക ആവശ്യങ്ങളെല്ലാം നടക്കണം. അത് നടക്കൂല, 3-4 വർഷം കാത്തു നിന്നു, അവരവരെ വഴിക്ക് തോന്നിയതുപോലെ പോവുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പാടുണ്ടോ? ഒരു കല്യാണം കഴിച്ച് 5 വർഷം ഒന്ന് കാത്തിരുന്നാൽ പോരെ? അവനൊരു മനുഷ്യനല്ലേ, വിചാരമുള്ള മനുഷ്യനല്ലേ. അവനക്കൊരു തോന്നിയാസം ചെയ്യാൻ പറ്റുമോ? ഒരു നല്ല ഹലാലായി എല്ലാവരും ജീവിക്കാൻ അവനക്ക് പറ്റുമോ? അപ്പോൾ അതിൻ്റെ പേര് അവർക്ക് സഹികെട്ട പാവം ചെയ്തിട്ടുണ്ടാവും. ആ ഭാഗം കറക്റ്റാണ്, അത് ശരിയാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവരുമായി ബന്ധം ഒഴിവായിട്ട്, അതല്ലെങ്കിൽ അവരുമായി ആലോചിച്ചിട്ട് മറ്റൊരു വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ ഒഴിവായിട്ട് മറ്റൊരു വിവാഹം കഴിക്കാം. പക്ഷേ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രശ്നമുണ്ട്. ഒരു പുരുഷൻ തലാഖ് ചെല്ലുകയോ അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്താനോ ചെന്ന് കഴിഞ്ഞാൽ നീണ്ട കോടതി പ്രശ്നങ്ങളും വഴക്കുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാവും. അതോടുകൂടി അവൻ്റെ ജീവിതം കോഞ്ഞാട്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ മറ്റൊരു വിവാഹം കഴിക്കും. അത് ചിലപ്പോൾ അവൾ അറിയാതെ കെട്ടിയെന്ന് വരും, ചിലപ്പോൾ അയാൾ വേറെ വിവാഹം കഴിച്ചെന്ന് മറച്ചിട്ടായിരിക്കും കെട്ടുക. ഏതായാലും അയാളുടെ മറ്റേ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു വിവാഹം കഴിക്കും. ഓക്കെ, അത് സമ്മതിച്ചു, അനിവാര്യമാണ്. പക്ഷേ ഒരു ചോദ്യം, ആദ്യത്തെ പാർട്ടുണ്ടല്ലോ നമ്മൾ കണ്ട വീഡിയോയിൽ 4 കെട്ടാന്ന് പറഞ്ഞത്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയണം. ഒരു ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമാണ് 4 കെട്ടാമെന്ന്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം 4 കല്യാണം കഴിക്കാൻ പറ്റും. വേണ്ട, ഇസ്ലാമിക രാജ്യം പോട്ടെ, അറബ് രാജ്യത്ത് പറ്റുമോ? ഈ 2026 പറ്റുമോ? അതാണ് ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് നമ്മൾ നോക്കുന്നത്. ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം ഒരു പുരുഷന് ഒന്നിലധികം പരമാവധി 4 വരെ. ഈ പരമാവധി 4 വരെ എന്ന് പറഞ്ഞത് ഇന്നത്തെ സാഹചര്യത്തിലല്ല. അന്നത്തെ സാഹചര്യത്തിൽ യുദ്ധത്തിലും മറ്റ് ഗതികളിലും ഭർത്താക്കന്മാർ മുഴുവൻ നഷ്ടപ്പെട്ട വിധവകൾ ഒട്ടേറെ ഉണ്ടായിരുന്ന കാലത്ത്, അന്നത്തെ കാലത്ത് ഒരു ഭർത്താവിന് ഒന്നിലധികം ഭാര്യമാരെ വേണ്ടി വന്നു. അവിടെ സ്ത്രീക്കൊരു പരിഗണന ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഇക്കാലത്ത് അത് മുതലെടുക്കാൻ നോക്കണ്ട, പോട്ടെ, ഇക്കാലത്തും അത് വാല്യുബിൾ ആണ് എന്ന് തന്നെ നമുക്ക് കരുതാം. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം ഒരു പുരുഷന് ഒന്നിലധികം, അതായത് പരമാവധി 4 വരെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട്. അത് കർശനമായ നിബന്ധനകൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും വിധേയമാണ് എന്നതുകൂടി ഒന്ന് ചേർത്ത് പറയണം. വെറുതെ അങ്ങ് ഒരു കല്യാണം കഴിച്ചിട്ട് പിന്നെ പോയി ഒരു കല്യാണം കഴിച്ച് അങ്ങനെ പറ്റില്ല. അങ്ങനെയല്ല ശരീഅത്ത് പറയുന്നത്. ശരീഅത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ശരീഅത്ത് നിയമപ്രകാരം ഒരു മുസ്ലിം വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിലധികം വിവാഹം കഴിക്കാൻ അവന് പറ്റൂല ഈ കാലത്ത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കെട്ടുക എന്നുള്ള പണി എളുപ്പമാണ്, പക്ഷേ ശരീഅത്ത് നിയമപ്രകാരം വിവാഹം കഴിക്കാൻ ഒരു മുസ്ലിം ചെറുപ്പക്കാരന് ഒരൊറ്റ വിവാഹമേ കഴിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത്. ഞാൻ വ്യക്തമാക്കി തരാന്നേ, കുറേ കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് നീതി പുലർത്തൽ. അതിലെന്ന് പറയാം, അതില് ഒന്നിലധികം ഭാര്യമാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ പൂർണ്ണമായിട്ടും നീതിയും തുല്യതയും പാലിക്കണമെന്നാണ് അതിൻ്റെ ഒരു നിയമം. എങ്ങനെ നീതി? എല്ലാ കാര്യത്തിലും ഒരു തവണ പ്രാപിക്കുകയാണെങ്കിൽ മറ്റേ ആളെ ഒരു തവണ പ്രാപിച്ചു കൊടുക്കണം. അതുപോലെ ഇപ്പുറത്ത് ഒരു ഡ്രസ്സ് വാങ്ങി കൊടുത്താൽ അവിടെയും വാങ്ങി കൊടുക്കണം. ഇപ്പുറത്ത് എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ അപ്പുറത്ത് കൊടുക്കണം. അതായത് എല്ലാം A to Z എന്തൊക്കെയാണോ കൈകാര്യം ചെയ്യുന്നത് അതെല്ലാം പൂർണ്ണമായിട്ടും നീതിയും തുല്യതയും പാലിക്കണമെന്നാണ്. ഈ ഒരു ഒറ്റ കാര്യം മതി. അതായത് ഫർള് എന്നാണ് പറയുന്നത്, നിർബന്ധമാണത്. ഈ ഒരു ഒറ്റ കാര്യം മതി, ഒന്നിലധികം വിവാഹം കഴിക്കാൻ പറ്റൂല. പോരെ, ഇനി അധികം എടുക്കണ്ടല്ലോ, വേറെ ഒന്നും എടുക്കണ്ടല്ലോ, ബാക്കി നമുക്ക് നോക്കാം. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻ-നിസ 4:3 വ്യക്തമാക്കുന്നത്, നീതി പാലിക്കാൻ സാധിക്കില്ല എന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒരൊറ്റ വിവാഹം മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. അതായത് ഈ ഒരു കാര്യത്തിൽ തുല്യ നീതി പാലിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നീ ഒരെണ്ണം കഴിച്ചാൽ മതി. അതായത് ശരീഅത്തെ നിയമപ്രകാരം ഇന്നത്തെ കാലത്ത് ഒരൊറ്റ വിവാഹമേ കഴിക്കാൻ പറ്റൂ എന്നതാണ് വസ്തുത. അല്ലാതെ തോന്നുന്ന പോലെ കെട്ടിയിട്ട് ശരീഅത്ത് അങ്ങനെ പറഞ്ഞു എന്ന് തുള്ളാൻ വരട്ടെ. ഇനി ജീവിത ചെലവ് നോക്കാം. അവരുടെ താമസ സൗകര്യങ്ങൾ നഫഖ് എന്നാണ് പറയാം. എല്ലാ ഭാര്യമാർക്കും തുല്യമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, എല്ലാ സൗകര്യങ്ങളും, എല്ലാ ഭൗതിക സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി കൊടുക്കാൻ, ചെയ്തു കൊടുക്കാൻ ആ പുരുഷന് സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം. എങ്ങനെ? സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം, കായ് ഉണ്ടായിരിക്കണമെന്ന്. ഇവിടെ ഏമനാണ് അത്രയധികം കായുള്ളത്. കായ് ഉണ്ടെങ്കിൽ ആദ്യത്തെ നടക്കൂല, ആദ്യത്തെ ഉണ്ടെങ്കിൽ രണ്ടാമത്തത് ഇല്ല. എല്ലാം കൂടെ ഒരാൾക്ക് കെണിയെറിയാൻ പടച്ചോൻ കൊടുക്കുകയില്ല. അതൊരു സിസ്റ്റമാണ്. അത് ഇതെല്ലാം ഒരുക്കി കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടോ? ഇല്ല. അപ്പോൾ കെട്ടാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ അവിടെ സമരം ചെയ്യാൻ വന്നത് ശരീഅത്ത് നിയമപ്രകാരം ആ പുരുഷൻ തെറ്റുകാരനല്ലേ? ആണ്. തീർന്നില്ല. ഒരാൾക്ക് നൽകുന്ന ജീവിത നിലവാരവും സൗകര്യങ്ങളുമെല്ലാം മറ്റൊരാൾക്കും ഉറപ്പുവരുത്തേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത്രയുമുണ്ട്. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്.
ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഖസ്മ എന്ന് പറയും. ഖസ്മ അതായത് സമയവും അവരുമായിട്ടുള്ള സാമീപ്യവും ഒക്കെ തുല്യമായി വീതിക്കൽ. ഓരോ ഭാര്യമാരുടെയും അടുത്ത് താമസിക്കുന്ന ദിവസങ്ങൾ, അവിടെ ചെലവഴിക്കുന്ന സമയം, ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് തുല്യമായി വീതിച്ചിരിക്കണം. ഏതെങ്കിലും ഒരാൾക്ക് കൂടുതൽ പരിഗണന നൽകി മറ്റൊരാളെ അവഗണിക്കാൻ പാടില്ല എന്നാണ്. ഇത് പോസിബിൾ ആണോ? ഇസ്ലാം എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ ഇസ്ലാം ശരീഅത്ത് അതാണ് എന്ന് പറഞ്ഞിട്ട് ശരീഅത്തിൻ്റെ തോളത്ത് കയറാൻ വരട്ടെ? നടക്കുമോ? നടക്കില്ല. ഇനി അതിൻ്റെ പരമാവധി എണ്ണം ഒന്ന് നോക്കൂ. ഒരേ സമയം പരമാവധി 4 ഭാര്യ മാത്രമേ ഒരു പുരുഷൻ വിവാഹം കഴിക്കാൻ അനുവാദമുള്ളൂ എന്ന് പറയുന്നു. ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ച് പരിശോധിച്ചാൽ ഒന്നിനെ തന്നെ വിവാഹം കഴിക്കില്ല എന്നതാണ് വസ്തുത. ഈ 2026 ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിലെ അവസ്ഥ. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ അനുമതി അക്കാര്യത്തിലുണ്ടോ? ഏതെങ്കിലും കാര്യത്തിലുണ്ടോ? ഇവിടെ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നോക്കാം നമുക്ക്. ബഹുഭാര്യത്വം എന്നത് നിർബന്ധമായ ഒന്നല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 4 എണ്ണം കഴിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ 4 വിവാഹം കഴിച്ചോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 4 എണ്ണം കഴിക്കണമെന്നല്ല, 4 വിവാഹം കഴിക്കണമെന്നല്ല. മറിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് അനാഥകളുടെ സംരക്ഷണം. ഒരു പെണ്ണ് അനാഥയായിപ്പോയി, അവരെ വിവാഹം കഴിച്ച് സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആദ്യ ഭാര്യമാരുടെ അല്ലെങ്കിൽ ആദ്യ ഭാര്യയുടെ സമ്മതത്തോടെ പരിഗണനയോടെ അതിനെയും തുല്യമായി പരിഗണിക്കാൻ വേണ്ടിയിട്ട് വിവാഹം കഴിക്കാം. ഇനി അതല്ലെങ്കിൽ വിധവകളെ വിവാഹം കഴിക്കാം. അതുപോലെ മറ്റ് അനിവാര്യമായ സാഹചര്യങ്ങളിൽ നിബന്ധനകളോടെ നൽകിയിട്ടുള്ള ഒരു ഇളവ് മാത്രമാണ് ഈ പറയുന്ന 4 കെട്ടാമെന്നുള്ളത്. അല്ലാതെ തോന്നുമ്പോൾ കെട്ടാനും തോന്നുമ്പോൾ ഒഴിവാക്കാനും ശരീഅത്തിൽ നിയമമില്ല. അത് മനസ്സിലാക്കണം. ശരീഅത്ത് വ്യവസ്ഥകൾക്ക് പുറമെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതും ശരീഅത്ത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാഞ്ഞിട്ടാണോ? ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നിയമമുണ്ട്. അതായത് ശരീഅത്ത് നിയമപ്രകാരം ഒരു വ്യക്തി ഏതൊരു രാജ്യത്ത് ജീവിച്ചാലും ഈ ശരീഅത്ത് നിയമത്തിന് പുറമെ ആ രാജ്യത്തെ നിയമവ്യവസ്ഥകൾ, ഭരണഘടന, സിവിൽ നിയമങ്ങൾ ഇത് കൃത്യമായി പാലിച്ചിരിക്കണം എന്നുകൂടിയുണ്ട്. അത് ഇതിന് ബാധകമല്ലേ? ഇന്ത്യയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇന്ത്യയിലൊരു നിയമമുണ്ട്. ആ നിയമം കൂടി, അതായത് നീതിന്യായ വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും. എന്തെങ്കിലും കോടതി വ്യവഹാരമോ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് പോവും. സ്വാഭാവികമായി പറഞ്ഞാൽ ഒന്ന് കെട്ടിയിട്ട് അതിനെ ഇഷ്ടം പോലെ മൊഴി ചൊല്ലിയിട്ട് കോടതിയും പോലീസും നിയമങ്ങളൊന്നും തനിക്ക് ബാധകമല്ല, വേറെ പോയി കെട്ടിക്കളയും എന്ന് കരുതി എന്നാൽ നടക്കില്ല. ആ പെണ്ണുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കയറി ഇറങ്ങി നടക്കേണ്ടി വരും. ഇനിയൊന്ന് പറയും നിങ്ങൾ, ശരീഅത്ത് നിയമം മോശമാണോ? ശരീഅത്ത് നിയമത്തിൽ ഒരു മോശമില്ല. അത് അന്നത്തെ സാഹചര്യത്തിൽ ആ നിയമം അങ്ങനെ കൈകാര്യം ചെയ്തു. ഇന്നും അത് ആപ്ലിക്കബിൾ ആണ്. ഇന്നത് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. അതിലെ കണ്ടീഷൻസ് പാലിച്ചുകൊണ്ട് 4 എണ്ണം പോയിട്ട് 1 എണ്ണം പോലും മര്യാദയ്ക്ക് കെട്ടാൻ പറ്റൂല. അപ്പം പിന്നെ ഒന്നിലധികം കെട്ടിയിട്ട് ന്യായം പറയണമെന്നുണ്ടെങ്കിൽ നാണക്കേടാണ്, അല്ലെങ്കിൽ വിവരക്കേടാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. Different angles. Don't forget to subscribe and support this channel.